നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. തൊഴിലുറപ്പ് ഇനിയില്ല, കേന്ദ്രം കനിഞ്ഞാൽ തൊഴിൽ. സർക്കാർ വാറ്റത്തെളിച്ചു, പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല. സ്വകാര്യ ബസ്സിൽ പലഹാര കച്ചവടവുമായി ജീവനക്കാർ. പനി പടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് മാത്രം ചികിത്സ തേടിയത് 12,276 പേർ. ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിഴിഞ്ഞം തുറമുഖ ഓഹരികൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം സർക്കാർ തടയണം. CPIM. ചൈനീസ് ജനതയുടെ ഭാവി മാറ്റിമറിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 105 വർഷത്തെ ചരിത്രം, മഹത്തായ ഇതിഹാസം. ഷി ജിൻപിങ്. കേര കർഷകർക്ക് തിരിച്ചടി, കൂപ്പുകുത്തി കൊപ്രവില. ട്രെയിൻ ട്രാക്ക് ചെയ്യാൻ പങ്ക്ച്വാലിറ്റി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച UDF സർക്കാരിന്റെ തീരുമാനത്തോടെ സ്വകാര്യ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അനവധി സർവീസുകളാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മാത്രം വെട്ടിക്കുറച്ചത്. ഇതോടെ ഈ മേഖലയെ ആശ്രയിച്ചിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ വഴിയാധാരമായി. കൃത്യമായ ആസൂത്രണമൊന്നും കൂടാതെ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ വഴിമുട്ടിയ സ്വകാര്യ ബസ് മേഖലയോട് മുഖം തിരിക്കുകയാണ് സർക്കാർ. വരുമാനത്തിന് സ്വകാര്യ ബസ്സുകളും വേറെ വഴി നോക്കണമെന്ന് പറഞ്ഞ് കൈയൊഴുകിയായിരുന്നു ഗതാഗത മന്ത്രി CP ജോൺ. മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ബസ്സുകളിൽ പലഹാരങ്ങളും മറ്റും വിറ്റ് വരുമാനത്തിന് ശ്രമിക്കുകയാണ് ജീവനക്കാർ. അച്ചപ്പം, മുറുക്ക് തുടങ്ങിയ പലഹാരങ്ങൾ ബസ്സിൽ കയറുന്ന യാത്രക്കാർ ഇവിടെ വിൽക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ലെന്നും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ജീവിതം കടന്നുപോകുന്നതെന്നും സ്വകാര്യ ബസ് ജീവനക്കാർ പറയുന്നു. 9,000 രൂപയോളം കളക്ഷൻ ഉണ്ടായിരുന്ന ബസ്സിൽ ഇപ്പോൾ പകുതി പോലുമില്ലെന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് ജീവനക്കാർ പറഞ്ഞു. ഡീസൽ അടിക്കാനുള്ള പണം പോലും കിട്ടുന്നില്ല. സർക്കാർ ഈ നിലയിലാണ് പെരുമാറുന്നതെങ്കിൽ അധികകാലം ഈ വ്യവസായം മുന്നോട്ട് പോകില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. സംസ്ഥാനത്ത് 150ഓളം ബസ് ഉടമകൾ നികുതി ഒഴിവാക്കി സർവീസ് നിർത്തിവെക്കാനുള്ള G-ഫോം നൽകിക്കഴിഞ്ഞു. സ്വകാര്യ ബസ് വെട്ടിക്കുറയ്ക്കുന്നതോടെ സ്ഥിരം യാത്രക്കാർ പ്രതിസന്ധിയിലാകും. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ കൃത്യസമയത്ത് സ്ഥാപനങ്ങളിൽ എത്തേണ്ടവർക്കും സർവീസ് ചുരുങ്ങുന്നത് തലവേദനയാകും. ബസ്സുകൾ വരാൻ സമയദൈർഘ്യം കൂടുന്നതും പ്രിയദർശിനിയിൽ തിരക്ക് കാരണം കയറാൻ സാധിക്കാത്തതും യാത്രക്കാരെ വലയ്ക്കും. പനി പടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് മാത്രം ചികിത്സ തേടിയത് 12,276 പേർ. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആശങ്ക വർദ്ധിക്കുന്നു. ഇന്ന് മാത്രം 12,276 പേരാണ് വിവിധ പകർച്ചപ്പനികൾക്ക് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കഴിഞ്ഞ മാസം മാത്രം 3 ലക്ഷത്തിലധികം ആളുകൾ പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്നു എന്ന കണക്കുകൾ നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. പനിക്ക് പുറമെ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഇന്ന് മാത്രം 97 പേർക്ക് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ 313 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലാണ്. കുടലിനെ ബാധിക്കുന്ന ഷിഗല്ല രോഗബാധ ഇന്ന് 6 പേർക്ക് കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4ഉം പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ 1 വീതവും കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. മറ്റ് പകർച്ചവ്യാധികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് 13 പേർക്ക് എലിപ്പനിയും 24 പേർക്ക് മഞ്ഞപ്പിത്തവും 88 പേർക്ക് ഇൻഫ്ലുവൻസും സ്ഥിരീകരിച്ചു. കൂടാതെ 7 പേർക്ക് മലേറിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാലം ശക്തമായതോടെ കൊതുക് നശീകരണം ഉൾപ്പെടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യമായ സമയത്ത് വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖ ഓഹരികൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം സർക്കാർ തടയണമെന്ന് CPM ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MCC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം തടയുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് CPM വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുള്ള രേഖയും പുറത്തു വന്നിട്ടുണ്ട്. തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്താനുള്ള നീക്കമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്നതിനുള്ള നടപടി ഉണ്ടാക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. 25% കൂടുതൽ ഓഹരികൾ കൈമാറണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. എന്നാൽ ഈ വ്യവസ്ഥ മറികടന്നുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ഓഹരികൾ കൈമാറ്റം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ തുറമുഖം പൂർണ്ണമായി MSCയുടെ കപ്പലുകൾക്ക് മാത്രമായി നീക്കിവെക്കപ്പെടുന്ന സ്ഥിതിയുണ്ടാകും. ഇതോടെ ഈ രംഗത്തെ മത്സരക്ഷമത ഇല്ലാതാകുന്ന നിലയുണ്ടാകും. മറ്റു ഷിപ്പിംഗ് കമ്പനികൾക്ക് പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ അത് സംസ്ഥാന താൽപര്യത്തെ തന്നെ ഹനിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടാകും. വാർത്തകളുടെ മാത്രമാണ് മുഖ്യമന്ത്രി വിവരമറിഞ്ഞതെന്ന് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന കാര്യവും പുറത്തു വന്നിട്ടുണ്ട്. കരാർ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാന താൽപര്യം മുൻനിർത്തിയുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഉരുണ്ടുകളിക്കുന്ന നിലപാട് കേരളത്തിന്റെ താൽപര്യങ്ങളെ തകർക്കുന്നതാണെന്നും CPM പ്രസ്താവനയിൽ പറഞ്ഞു. ലയൺ മെസ്സിയുടെ ഭീമൻ കട്ടൗട്ട് മട്ടന്നൂരിൽ. മിനി സ്പോർട്സ് ആൻഡ് ക്ലബിന്റെ യൂത്ത് വിംഗ് ഒരുക്കിയ ലയൺ മെസ്സി ഭീമൻ കട്ടൗട്ട് മട്ടന്നൂർ MLA VK സനോജ്, നഗരസഭാ ചെയർമാൻ M ഷാജിത്ത് മാസ്റ്റർ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ 70 അടിയിൽ കൂടുതൽ ഉയരമുള്ള കട്ടൗട്ടാണ്
മിനി ക്ലബിന് മുന്നിൽ സ്ഥാപിച്ചത്. 1,00,000-ലധികം രൂപ ചെലവാക്കിയാണ് കട്ടൗട്ട് നിർമ്മിച്ചത്. ചടങ്ങിൽ സുഭാഷ് വെളിയമ്പ്ര സ്വാഗതം പറഞ്ഞു. ജില്ലാ ഫുട്ബോൾ ടീം മുൻതാരങ്ങളായ അസം KP, സഹിർ K, ഫാസിൽ പരിക്ക, റഫറൽ P കാസിം PC, ഫവാസ്, റോഷൻ, നിഹാദ്, അമർനാഥ്, ഷൈൻ മോഹൻ, പ്രജോഷ് കൊയ്റ്റി, നിഹാദ് PC, സനീൻ, പ്രജിത്ത് K, വിനീഷ്, ചിത്രധാര സുമിത്ത്, AC സുജിത്ത്, AC ഷിജിൽ, P വൈശാഖ്, വിജിത്ത് മുല്ലോളി, അനുചന്ദ്, ആദിത്യൻ എന്നിവർ പങ്കെടുത്തു. ചൈനീസ് ജനതയുടെ ഭാവി മാറ്റിമറിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 105 വർഷത്തെ ചരിത്രം, മഹത്തായ ഇതിഹാസമെന്ന് ഷീ ജിൻപിങ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 105 വർഷത്തെ ചരിത്രം രാജ്യത്തെ ജനതയുടെ ഏറ്റവും മഹത്തായ ഇതിഹാസമെന്ന് CPC ജനറൽ സെക്രട്ടറി കൂടിയായ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. കൊടുത്ത ദാരിദ്ര്യത്താലും വിദേശ രാജ്യങ്ങളുടെ അവഹേളനത്താലും കഷ്ടപ്പെട്ട് ദുർബലമായ പശ്ചാത്തലത്തിൽ നിന്ന് 1921 വെറും 50-ലധികം അംഗങ്ങളുള്ള ഒരു ചെറിയ ഗ്രൂപ്പായി സ്ഥാപിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ആഗോളതലത്തിൽ വൻ സ്വാധീനമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഭരണകക്ഷിയായി വളർന്നു കഴിഞ്ഞു. പുതിയ യുഗത്തിലും പുതിയ പ്രയാണത്തിലും പാർട്ടിയുടെ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉറച്ചു നിൽക്കാനും അംഗങ്ങളോട് ഷീ ആഹ്വാനം ചെയ്തു. ബീജിംഗിൽ നടന്ന CPCയുടെ 105 സ്ഥാപക വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഷീ. കഴിഞ്ഞ 105 വർഷത്തെ പാർട്ടിയുടെ ശ്രമങ്ങൾ ചൈനീസ് ജനതയുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചുവെന്ന് ഷീ പറഞ്ഞു. പുനരുജ്ജീവനത്തിലേക്ക് ഉള്ള പാത വെട്ടിത്തുറന്ന് മാർക്സിസത്തിന്റെ ശക്തമായ ചൈതന്യം CPC പ്രകടിപ്പിച്ചു. ലോക ചരിത്രത്തിന്റെ ഗതിയിൽ ആഴത്തിലുള്ള സ്വാധീനം പാർട്ടി ചെലുത്തി. CPCയുടെ നേതൃത്വത്തിൽ ചൈന ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറുകയും ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന നവീകരണ ശക്തികളൊന്നായി ഉയർന്നു വരികയും ചെയ്തു. ജനതയുടെ ശരാശരി ആയുസ് 79 വയസ്സിൽ കൂടുതലായി ഉയർത്തി. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ചൈന സ്ഥാപിക്കുകയും ചെയ്തു. രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ നേതൃത്വം നൽകി. CPC 2035 ആധുനികവൽക്കരണം യാഥാർത്ഥ്യമാക്കാനും നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ചൈനയെ എല്ലാ മേഖലകളിലും ഒരു ആധുനിക സോഷ്യലിസ്റ്റ് രാജ്യമായി കെട്ടിപ്പടുക്കാനുമുള്ള ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ പാർട്ടിയുടെ പരമോന്നത ബഹുമതിയായ ജൂലൈ 1 മെഡൽ ഷീ സമ്മാനിച്ചു. പൊളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലീ ചിയാങ്, ഷാവോലിച്ചി, വാഹുനിങ്, കായ്ക്വ, ഡിങ് ഷുവാങ്ങി, ലിസി എന്നിവരും വൈസ് പ്രസിഡന്റ് ഹാൻഷെങ്ങും ചടങ്ങിൽ പങ്കെടുത്തു. സമ്മേളന പ്രതിനിധികൾക്ക് ഭക്ഷണത്തിന് നെൽകൃഷി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പയ്യന്നൂർ മേഖലാ സമ്മേളനം കുഞ്ഞിമംഗലത്ത് നടക്കുമ്പോൾ ഭക്ഷണം വിളമ്പുക സ്വയം കൃഷി ചെയ്ത അരിയിൽ കൂടി. യൂണിറ്റ് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ഷൈജുവിന്റെ തെക്കേവയൽ പാടശേഖരത്തിലാണ് കൃഷിയിൽ ഇറക്കിയത്. പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിജയൻ മാസ്റ്റർ, K ഷൈജു, MV ഉഷാകുമാരി, MV ശ്യാമള, K ഷീബ, പപ്പൻ കുഞ്ഞിമംഗലം, TV ഗോപാലൻ മാസ്റ്റർ, P വിജയലക്ഷ്മി ടീച്ചർ, K ചന്ദ്രൻ, A ശ്രീധരൻ മാസ്റ്റർ, KV ഗോപാലൻ, V ജനാർദ്ദനൻ, P കരുണാകരൻ മാസ്റ്റർ എന്നിവർ ഞാറുനടീലിൽ പങ്കാളികളായി. തൊഴിലുറപ്പ് ഇനിയില്ല, കേന്ദ്രം കനിഞ്ഞാൽ മാത്രം തൊഴിൽ. ഗ്രാമീണ ജനതയ്ക്ക് ആശ്വാസമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇനിയില്ല. പദ്ധതി അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന VBGRMAG ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിലായി. തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും കവരുന്ന മോദി സർക്കാരിന്റെ പദ്ധതിക്കെതിരെ ബുധനാഴ്ച രാജ്യവ്യാപക പ്രതിഷേധമുയർന്നു. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികൾ ആവശ്യപ്പെട്ടാൽ തൊഴിൽ നൽകാൻ കേന്ദ്രം ബാധ്യസ്ഥരായിരുന്നു. ഈ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കി. നിലവിൽ ഒരു പ്രദേശത്ത് എത്ര പേർ ജോലി ആവശ്യപ്പെട്ടാലും ഫണ്ട് അനുവദിച്ചിരുന്നു. ഇനി മുതൽ സംസ്ഥാനത്തിന് കേന്ദ്ര നിശ്ചിത തുകയെ നൽകൂ. ഇതനുസരിച്ച് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം വരും. ഗ്രാമീണ മേഖലകളിലെ വികസനം എത്തിയ പ്രദേശങ്ങളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. നഗര സമാനമായി മാറിയ പ്രദേശങ്ങളാണ് കേരളത്തിലെ ഗ്രാമങ്ങൾ. ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബാധ്യത കൂടും. അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനും ഗ്രാമീണ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത വേദിയും ചേർന്ന് കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിച്ചു. CITU അഖിലേന്ത്യാ കിസാൻ സഭ സംഘടനകളുടെ പിന്തുണയോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ത്രിപുരയിൽ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. ഹരിയാനയിലും മധ്യപ്രദേശിലും തൊഴിലാളികൾ ഗ്രാമത്തിലും പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിലും പ്രതിഷേധിച്ചു. പുതിയ പദ്ധതിയുടെ ചട്ടങ്ങൾ കത്തിച്ചു. പഞ്ചാബിൽ തൊഴിലാളികൾ ബന്ധപ്പെട്ട ഓഫീസുകളിലെത്തി പദ്ധതി നടപ്പാക്കാനുള്ള എതിർപ്പ് അറിയിച്ചു. രാജസ്ഥാനിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച മാർച്ചുകളിൽ ജനരോഷം വിളമ്പി. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ പ്രതിഷേധങ്ങളിലും ആയിരങ്ങൾ പങ്കെടുത്തു. കേരളത്തിലെ മുഴുവൻ ഏരിയ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസ് ധർണ KSKTU സംസ്ഥാന സെക്രട്ടറി N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. VBGRAMG പദ്ധതി പിൻവലിച്ച് പഴയ പുനഃസ്ഥാപിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ പ്രസ്താവനയിൽ അറിയിച്ചു. കേര കർഷകർക്ക് തിരിച്ചടി, കൂപ്പുകുത്തി കൊപ്രവില.
കേര കർഷകർക്ക് തിരിച്ചടിയായി കൊപ്ര വില വീണ്ടും കൂപ്പുകുത്തി. പച്ചക്കൊപ്രയുടെ വിപണി വില ക്വിന്റലിന് 13,600 രൂപയായി കുറഞ്ഞു. കഴിഞ്ഞ ജനുവരിയിൽ ക്വിന്റലിന് 20,200 രൂപയുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ 19,400 രൂപയെ കുറഞ്ഞ വില മാർച്ചിൽ 15,700 രൂപയും ഏപ്രിൽ 15,900 രൂപയും മെയ്യിൽ 15,900 രൂപയുമായി. വെറും 6 മാസം കൊണ്ട് 6,600 രൂപയുടെ കുറവാണ് കൊപ്ര വിലയിൽ ഉണ്ടായത്. തുടർച്ചയായ ഇടിവിൽ ആശങ്കയിലാണ് കേര കർഷകർ. സംസ്ഥാനത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകത്തിലുമെല്ലാം ഉൽപാദനം കൂടിയത് വില ഇടിയാൻ കാരണമായി. പച്ചത്തേങ്ങയ്ക്ക് കിലോയ്ക്ക് 33 മുതൽ 38 രൂപ വരെ ലഭിക്കുന്നുണ്ടെങ്കിലും ഇതുമാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനാകാത്ത സ്ഥിതിയിലാണ് കർഷകർ. അതേസമയം വെളിച്ചെണ്ണ വിലയിൽ ഇടിവുണ്ടായിട്ടില്ല. 6 മാസത്തിനിടെ 99 രൂപ മാത്രം കുറഞ്ഞത് 237 രൂപയാണ് കിലോയ്ക്ക്. സംസ്ഥാനത്ത് നാളികേരം കൊപ്രയാക്കുന്നത് താരതമ്യേന കുറവാണ്. ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരത്തിൽ 95% അന്യസംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായാണ് അന്യസംസ്ഥാനങ്ങളിൽ നാളികേരം ഉപയോഗിക്കുന്നത്. ട്രെയിൻ ട്രാക്ക് ചെയ്യാൻ ഇനി പങ്ക്ച്വാലിറ്റി ആപ്പ്. ട്രെയിനുകളുടെ സമയവും സർവീസുകളുടെ കാലതാമസവും തത്സമയം നിരീക്ഷിക്കാനായി ഇന്ത്യൻ റെയിൽവേ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ആൻഡ്രോയിഡ് അധിഷ്ഠിത ആപ്പിന് പേരിട്ടിരിക്കുന്നത് പങ്ക്ച്വാലിറ്റി BSA എന്നാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ വിജയവാഡ ഡിവിഷനാണ് ഈ പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. ട്രെയിൻ വിവരങ്ങൾ അറിയാൻ ഉദ്യോഗസ്ഥർ ഡെസ്ക്ടോപ്പ് അധിഷ്ഠിത സംവിധാനങ്ങളെ ആയിരുന്നു പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. പുതിയ സംവിധാനം വന്നതോടെ 15 മിനിറ്റിലധികം വരുന്ന ട്രെയിനുകളുടെ വൈകലും ചലനങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ആപ്പിലൂടെ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് കഴിയും. റെയിൽവേ ഓഫീസർമാർക്കും കൺട്രോളർമാർക്കും എവിടെയിരുന്നും ട്രെയിൻ സർവീസുകൾ തടസ്സമില്ലാതെ നിരീക്ഷിക്കാനും പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ വന്നതോടെ സാധിക്കും. പരമ്പരാഗത ICMS വെബ് പോർട്ടൽ ഉപയോഗിക്കുമ്പോൾ ഒന്നിലധികം സ്ക്രീനുകൾ പരിശോധിക്കണം. ആവർത്തിച്ച് OTP നൽകി ലോഗിൻ ചെയ്യുകയും വേണം. ഈ പരിമിതികൾക്കെല്ലാം പുതിയ ആപ്പിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ.